എല്ലാവർക്കും സി ടൈംസിൻ്റെ ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഞങ്ങളുടെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു വീഡിയോ ഷൂട്ട് കഴിഞ്ഞാലുടൻ സ്റ്റുഡിയോ റൂം അടച്ചു പൂട്ടി സ്ഥലമിടുമെന്ന്. അങ്ങനെ സ്ഥലം വിട്ടിട്ടുണ്ട്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ തലപ്പാടി ടോൾ ബൂത്ത് കഴിഞ്ഞാൽ അപ്പുറം കർണാടകയാണ്. ഇവിടെ നിന്നൊരു യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങാൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ കേരളം ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അടുത്ത 5 വർഷം ആര് ഭരിക്കും എന്നുള്ളതാണല്ലോ. അതിനുത്തരം നൽകേണ്ടത് വോട്ടർമാരാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ UDF തരംഗം ആഞ്ഞു വീശുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നും 80 സീറ്റിലേറെ UDF ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. 100ലേറെ സീറ്റ് നേടുമെന്ന് UDF അവകാശപ്പെടുന്നു. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF പറയുന്നു. എന്നാൽ അങ്ങനെയുള്ള വിലയിരുത്തലുകൾക്ക് അപ്പുറത്തായിരുന്നു കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 2010 കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാനമായ റിസൾട്ട്, ഏറെക്കുറെ സമാനമായ റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. UDF തരംഗം തന്നെ. എന്നാൽ 2011 UDF അധികാരത്തിലേറുന്നത് വെറും 1 സീറ്റിൻ്റെ മാത്രം ലീഡിലാണ്. അതായത് 72 സീറ്റ് മാത്രം വിജയിച്ചാണ്. തൊട്ടു മുമ്പത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുകയാണെങ്കിൽ 80ലേറെ സീറ്റുകൾ, 90-നടുത്ത് സീറ്റുകൾ ജയിച്ച് വരേണ്ടതായിരുന്നു UDF. പക്ഷേ അത് സംഭവിച്ചില്ല. നെക്ക് ടു നെക്ക് പോരാട്ടം നടന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 19-1 UDF തരംഗമാഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പ്. കനലൊരു തരി എന്ന് പറഞ്ഞ ആലപ്പുഴയിൽ മാത്രമായിരുന്നു അന്ന് LDF ജയിച്ചത്. പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അന്ന് പക്ഷേ LDFന് തുടർഭരണം ഉണ്ടാകുമെന്ന് പലരും വിലയിരുത്തി. അതിന് കാരണമായി പറയുന്നത് പ്രളയം, ഓഖി ഇതിനെയൊക്കെ അതിജീവിച്ചത്, ഒപ്പം തന്നെ കോവിഡ് കാലത്തെ ഫലപ്രദമായി നേരിട്ടു തുടങ്ങിയ പ്രതിച്ഛായൊക്കെ LDF സർക്കാരുണ്ടായിരുന്നു. അപ്പോൾ പോലും 99 സീറ്റൊന്നും നേടി LDF അധികാരത്തിൽ വരുമെന്ന് ആരും പ്രവചിച്ചിരുന്നില്ല. പക്ഷേ വലിയ LDF തരംഗം ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അങ്ങനെ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് ഇതാണ് എന്ന് വെച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കണമെന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചരിത്രം ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്ന വിശകലനങ്ങൾക്ക് അപ്പുറത്തേക്കാണ് ജനം ചിന്തിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നറിയാൻ ജനങ്ങളോട് തന്നെ ചോദിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു യാത്ര സി ടൈംസ് തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും വടക്കേയറ്റത്തുള്ള, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള മഞ്ചേശ്വരത്തിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുന്നു. ശേഷം ഓരോ ജില്ലയിലെയും ഓരോ മണ്ഡലത്തിലും ഞങ്ങൾ കയറും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, അങ്ങനെ മലബാർ ജില്ലകളിലായിരിക്കും ഈ പര്യടനത്തിൻ്റെ ആദ്യഘട്ടം ഉണ്ടാവുക. ഓരോ മണ്ഡലത്തിലൂടെയും സഞ്ചരിച്ച് വോട്ടർമാരെ നേരിട്ട് കണ്ട് എന്തൊക്കെ ഘടകങ്ങളാണ് അവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുക എന്നുള്ള കാര്യം, ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള കാര്യം, അവരുടെ MLAയിൽ അവർ തൃപ്തരാണോ എന്നുള്ള കാര്യം, ഇങ്ങനെ പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഞങ്ങൾ ഉന്നയിക്കും. അതിന് ജനങ്ങളുടെ മറുപടി, വോട്ടേഴ്സിൻ്റെ മറുപടി എന്താണെന്ന് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും. അതിനുവേണ്ടിയാണ് ഈ യാത്ര തുടങ്ങുന്നത്. വളരെ പ്രസക്തിയുള്ള യാത്രയാണ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കൂടെ വേണം.